നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥി സുഹൃത്തുക്കൾക്കും PSC ഇൻഫ്ലുവൻസറിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ രഞ്ജിത്ത് ആർ കരുനാഗപ്പള്ളി. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് കേരള ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട കേരളത്തിലെ പ്രധാനപ്പെട്ട നദികൾ എന്നറിയപ്പെടുന്ന ഏരിയയിലെ കണ്ടന്റാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ SCRT കണ്ടന്റ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്, NCRT കണ്ടന്റ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഡിഗ്രി നിലവാരത്തിലുള്ള PYQ ഉൾപ്പെടെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ക്ലാസ്സിൻ്റെ ആദ്യാവസാനം കൃത്യമായി കാണുക. അതിനുശേഷം ഇന്നത്തെ എക്സാം സ്കിപ്പ് ചെയ്യരുത്. രാത്രി 9 മണിക്ക് ഇന്നത്തെ വർക്കൗട്ട് ബാച്ചിലുള്ളവർക്ക് വേണ്ടിയുള്ള കോമൺ എക്സാം കൂടി അറ്റൻഡ് ചെയ്ത് പോകുക. അപ്പോൾ ആദ്യം തന്നെ മത്സര പരീക്ഷയിൽ ചോദിക്കുന്ന ഒരു ഏരിയയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യനാണ്. അപ്പം താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത് എന്ന ചോദ്യമാണ് ആദ്യം നമ്മൾ തന്നെ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം തന്നെ ഒരു ന്യൂജൻ ചോദ്യമാണ്. അപ്പോൾ ഒന്നാമത്തെ ഓപ്ഷൻ നോക്കിയേ, കേരളത്തിൽ 100 കിലോമീറ്ററിലേറെ നീളമുള്ള 11 നദികളുണ്ട് എന്നാണ് ഒന്നാമത്തെ പ്രസ്താവന. രണ്ടാമത്തെ പ്രസ്താവന, കേരളത്തിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളുടെ എണ്ണം 41 ആണ്. മൂന്നാമത്തെ പ്രസ്താവന 1974 കേരള സർക്കാരിന്റെ വിജ്ഞാപന പ്രകാരം 15 കിലോമീറ്ററിൽ കൂടുതൽ നീളമുള്ള ജലപ്രവാഹങ്ങളാണ് നദികൾ എന്ന് പറയുന്നത്. ഓപ്ഷൻ ഡി, നദികൾ മലിനമാക്കുന്നവർക്ക് 3 വർഷം തടവും 2 ലക്ഷം രൂപ പിഴയും ഏർപ്പെടുത്തി ബില്ല് പാസാക്കിയ ഇന്ത്യൻ സംസ്ഥാനം അത് കേരളമാണ്. ഇങ്ങനെ 4 പ്രസ്താവനകളാണ് കൊടുത്തേക്കുന്നത്. ഇതിൽ നിങ്ങൾ തന്നെ ഒന്ന് ആൻസർ കമന്റ് ചെയ്തേ. ഇതിൽ ഓപ്ഷൻ എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ തെറ്റായ പ്രസ്താവന? ഉത്തരത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഈ പോയിന്റുകൾ ഒന്ന് പരിശോധിക്കുകയാണ്. കേരളത്തിലെ നദികളെ പറ്റി പറയുമ്പം വളരെ പ്രധാനപ്പെട്ട ഒരു ഡിജിറ്റാണ്. കേരളത്തിലാകെ 44 നദികളാണുള്ളത്. അതിൽ ഈ 2 വാക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഡിഗ്രി നിലവാരത്തിൽ വരുമ്പം കിഴക്കോട്ടൊഴുകുന്നത് പടിഞ്ഞാറോട്ടൊഴുകുന്നത് എന്ന തരത്തിൽ മാത്രമല്ല ചോദ്യമായി വരുന്നത്. മീഡിയം ആൻഡ് മൈനർ റിവർ, ഈ 2 വാക്കുകൂടി ഒന്ന് ഓർത്തു വെക്കണം. അപ്പൊ 44 നദികളിൽ 40 നദികൾ എന്ന് പറഞ്ഞാൽ മൈനർ റിവർ ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ കിഴക്കോട്ടൊഴുകുന്നത് പടിഞ്ഞാറോട്ട് ഒഴുകുന്നത് എന്ന ലേബൽ അല്ല പറയുന്നത്. 44 നദികളിൽ 40 എണ്ണം എന്ന് പറഞ്ഞാൽ അത് മൈനർ റിവറുകളും പ്രധാനപ്പെട്ട 4 നദികൾ മീഡിയം റിവറുകളാണ്. അപ്പം അതിൽ ഈ പറയുന്ന കേരളത്തിലെ മീഡിയം നദികളെ ഒന്ന് നോട്ട് ചെയ്തേക്കണം. കാരണം ഈ 4 എണ്ണം പഠിക്കുന്ന വഴി ചോദ്യകർത്താവിന് വേണമെങ്കിൽ എന്ത് ചെയ്യാം, താഴെ കൊടുത്തിട്ടുള്ളവയിൽ കേരളത്തിലെ മീഡിയം നദികളിൽ ഉൾപ്പെടാത്തതേത് എന്ന് ചോദിച്ചൂടെ. അപ്പൊ കേരളത്തിലെ 4 പ്രധാനപ്പെട്ട മീഡിയം നദികളിൽ ഒന്ന് പെരിയാർ ഉൾപ്പെടും. രണ്ടാമത് പെരിയാർ ഉൾപ്പെട്ടാൽ ഭാരതപ്പുഴ ഉൾപ്പെടുമല്ലോ. ദെൻ പമ്പ ഉൾപ്പെടും. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ ഏതൊക്കെയാണ് ഉൾപ്പെടുന്നത്? പെരിയാർ ഉൾപ്പെടും, ഭാരതപ്പുഴ ഉൾപ്പെടും, പമ്പ ഉൾപ്പെടും, ചാലിയാർ. ഇങ്ങനെ 4 പ്രധാനപ്പെട്ട നദികളാണ് കേരളത്തിലെ മീഡിയം നദികൾ. അപ്പോൾ ബാക്കിയുള്ള 40 നദികളും എന്താണ്? അത് മൈനർ റിവറാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്റ്റ് ആണ്. 44 നദിയിൽ 40 എണ്ണം എന്താണ്? മൈനറും 4 എണ്ണം എന്താണ്? അത് മീഡിയവുമാണ്. ആ 4 എണ്ണം ഒന്ന് ഓർത്തു വെക്കുക. പെരിയാറുണ്ട്, ഭാരതപ്പുഴയുണ്ട്, പമ്പയുണ്ട്, ചാലിയാർ. ഈ 4 നദികളും കേരളത്തിലെ മീഡിയം നദികളാണ്. ഓക്കെ, അപ്പൊ കേരളത്തിൽ 100 കിലോമീറ്ററിലേറെ നീളമുള്ള 11 നദികളുണ്ട്. അതൊന്ന് ടിക്ക് ചെയ്തേക്കണം. കേരളത്തിൽ 100 കിലോമീറ്ററിലേറെ നീളമുള്ള എത്ര നദികളാണ് ഉള്ളത്? അത് 11 നദികളുണ്ട്. ഇനി ഓപ്ഷൻ ബിയിലേക്ക് വന്നാൽ കേരളത്തിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം 41. ശരിയാ, കേരളത്തിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം 41. കിഴക്കോട്ടേക്ക് ഒഴുകുന്നത്, മറക്കല്ലേ, കിഴക്കോട്ടൊഴുകുന്നത് ബാക്കി 3 എണ്ണമാണല്ലോ. കബനി, ഭവാനി, പാമ്പാർ എന്നറിയപ്പെടുന്ന 3 നദികളല്ലേ കിഴക്കോട്ടൊഴുകുന്നത്. അപ്പൊ കേരളത്തിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം 41 ആണല്ലോ. ഓപ്ഷൻ സി. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. ഓപ്ഷൻ സിയിലേക്ക് വന്നാൽ 1974 കേരള സർക്കാർ വിജ്ഞാപന പ്രകാരം 55 കിലോമീറ്റർ അല്ല, മറിച്ച് 15 കിലോമീറ്ററിൽ കൂടുതൽ നീളമുള്ള ഏതൊരു ജലപ്രവാഹത്തെയും എന്തു പേരിൽ അറിയപ്പെടും? നദികൾ എന്ന് വിളിക്കുന്നു. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. അപ്പൊ കേരളത്തിൽ 100 കിലോമീറ്ററിൽ ഏറെ നീളമുള്ള 11 നദികളുണ്ട്. ആ സ്റ്റേറ്റ്മെന്റ് ഓർത്തു വെച്ചേക്കണം. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കിയേ, കേരളത്തിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളുടെ എണ്ണം 41. അതിൽ 3 എണ്ണം കിഴക്കോട്ട് ഒഴുകുന്നുണ്ട്. അവിടെ തന്നെ തിരിഞ്ഞു പോരുത്. മൈനറും മീഡിയവും പറയുന്നത് 2 2 ആണ്. ഇതും അതും തമ്മിൽ വ്യത്യാസമുണ്ട്, അത് മറക്കരുത്. ദെൻ
സിയിലേക്ക് വന്നാൽ 1974 കേരള സർക്കാർ വിജ്ഞാപന പ്രകാരം 15 കിലോമീറ്ററിൽ കൂടുതൽ നീളമുള്ള ഏതൊരു ജലപ്രവാഹത്തെ എന്തുപേരിൽ അറിയപ്പെടും? നദികൾ എന്ന് വിളിക്കുന്നു. ഓപ്ഷൻ ഡിയിലേക്ക് വന്നാൽ നദികൾ മലിനമാക്കുന്നവർക്ക് 3 വർഷം വരെ തടവും 2 ലക്ഷം രൂപ പിഴയും ഏർപ്പെടുത്തി ബില്ല് പാസാക്കിയ ഇന്ത്യൻ സംസ്ഥാനം കേരളമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇന്ത്യയിൽ ആദ്യമായി ബേർഡ് അറ്റ്ലസ് അല്ലെങ്കിൽ പക്ഷി ഭൂപടം തയ്യാറാക്കിയ ഇന്ത്യൻ സംസ്ഥാനം അത് കേരളമാണ്. അപ്പൊ നദികൾ മലിനമാക്കുന്നവർക്ക് 3 വർഷം തടവും 2 ലക്ഷം രൂപ പിഴയും ഏർപ്പെടുത്തി ബില്ല് പാസാക്കിയ ആദ്യ സംസ്ഥാനവും ആര് തന്നെ? കേരളം തന്നെ. അപ്പൊ 4 പ്രസ്താവനകളും ശരിയാണല്ലോ. അപ്പൊ എല്ലാ പ്രസ്താവനകളും ശരിയാണ് എന്നൊരു ഓപ്ഷൻ വന്നാൽ അതായിരിക്കണം നിങ്ങൾ ആൻസർ ആയിട്ട് എഴുതേണ്ടത്. ഇനി കേരളത്തിലെ നദികൾ എന്നറിയപ്പെടുന്ന ഏരിയ കവർ ചെയ്യുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇത്രയും ഫാക്റ്റുകൾ പെരിയാർ എന്ന നദിയെപ്പറ്റി ഒന്ന് ഓർത്തു വെക്കണം. ഒന്ന്, ചാണക്യൻ അർത്ഥശാസ്ത്രത്തിൽ ചൂർണി എന്ന് പരാമർശിച്ച എന്ന് വിളിച്ച നദി ഏതെന്ന് ചോദിച്ചാൽ അതിനുത്തരം പെരിയാറാണ്. വളരെ പ്രധാനപ്പെട്ടതാണ്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി പെരിയാർ എന്നാണ് കേരള PSCയുടെ ആൻസർ കീ പറഞ്ഞേക്കുന്നത്. കേരളത്തിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്നത് പെരിയാറാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള നദി അത് പെരിയാറാണ്. ഏറ്റവും കൂടുതൽ അണക്കെട്ടുകളുള്ള കേരളത്തിലെ നദി എന്ന് ചോദിച്ചാലും ഉത്തരം ആര് തന്നെ? പെരിയാർ തന്നെ. ശങ്കരാചാര്യർ പൂർണ്ണ എന്ന് വിശേഷിപ്പിച്ച നദി ഏതെന്ന് ചോദിച്ചാലും ഉത്തരം പെരിയാറാണ്. അപ്പൊ ചാണക്യൻ അർത്ഥശാസ്ത്രത്തിൽ ചൂർണി എന്ന് പരാമർശിച്ച, ശങ്കരാചാര്യർ പൂർണ്ണ എന്ന് പരാമർശിച്ച കേരളത്തിലെ നദി ഏതാണ്? അത് പെരിയാറാണ്. അതൊന്ന് ഓർത്തു വെക്കണേ. വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വമാണല്ലോ ശങ്കരാചാര്യർ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അദ്ദേഹത്തെ അറിയപ്പെടുന്ന പേര് പ്രച്ഛന്ന ബുദ്ധൻ എന്നാണ്. ശങ്കരാചാര്യരുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ഓർത്തു വെക്കുക. അതിൽ പ്രച്ഛന്ന ബുദ്ധൻ എന്നറിയപ്പെടുന്നത് ശങ്കരാചാര്യർ. അതൊന്ന് ഓർത്തു വെക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ട് ഭാരതീയ സംസ്കാരവുമായി ബന്ധപ്പെടുത്തിയ കേരള നവോത്ഥാനത്തെ ഭാരതീയ സംസ്കാരവുമായി ബന്ധപ്പെടുത്തിയ നവോത്ഥാന നായകൻ ആര്, അല്ലെങ്കിൽ സാമൂഹിക പരിഷ്കർത്താവ് ആര് എന്നൊരു LDC പരീക്ഷാ ചോദ്യത്തിന് ഉത്തരം ശങ്കരാചാര്യരാണ്. അതൊക്കെ ഒന്ന് ഓർത്തു വെക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി SCERT സ്കൂൾ ടെക്സ്റ്റിൽ പറഞ്ഞേക്കുന്ന വളരെയേറെ പ്രാധാന്യത്തോടുകൂടി പഠിക്കേണ്ട ഒരു ഏരിയ, ഒന്ന് കേരളത്തിൽ ഈ പറയുന്ന നദികൾ പഠിക്കുന്ന അതേ സമയത്ത് തന്നെ മറ്റു ഭൂപ്രകൃതി വിഭാഗങ്ങൾ കൂടി ഒന്ന് നോട്ട് ചെയ്തേക്കണം. കേരളത്തിൽ ആകെയുള്ള കായലുകളുടെ എണ്ണം 34 കായലുകളാണ്. നമ്മൾ കേരള ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട് ഈ ഏരിയകളെല്ലാം നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അത് എന്ത് ചെയ്യുന്നു? ഒന്ന് റിവൈസ് ചെയ്യുക മാത്രമേ ചെയ്യുന്നുള്ളൂ. കേരളത്തിൽ ആകെ കായലുകളുടെ എണ്ണം 34 കായലുകളാണ് കേരളത്തിലുള്ളത്. അപ്പം ഈ പറയുന്ന 34 കായലിൽ കടലുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കായലുകളുടെ എണ്ണം 27. കടലുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കായലുകളുടെ എണ്ണം 27 അവിടെ നമ്മൾ പഠിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേമുണ്ട്. എന്താണ് പൊഴി, എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട ടേമുകളായി പറയുന്നത്? അപ്പൊ കടലുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കായലുകളാണ് 27. എന്താണ് അഴി, എന്താണ് പൊഴി തുടങ്ങിയിട്ടുള്ള വാക്കുകളൊക്കെ വരും ക്ലാസ്സിൽ എടുത്തോളാം. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളുടെ എണ്ണം ചോദിച്ചാൽ അത് 18. അപ്പൊ 18ൽ ഏതെങ്കിലും തരത്തിലുള്ള അപ്ഡേഷൻ ഉണ്ടെങ്കിൽ അപ്ഡേറ്റ് ചെയ്ത് പഠിക്കാനുള്ള കണ്ടന്റായി പറയുന്നത് കേരളത്തിലെ നിലവിലെ വന്യജീവി സങ്കേതങ്ങളുടെ എണ്ണം 18. കേരളത്തിൽ നിലവിൽ എത്ര ദേശീയ ഉദ്യാനങ്ങൾ എന്ന PSC വാല്യൂ ചെയ്യുന്നത്? 5 ദേശീയോദ്യാനങ്ങൾ എന്നാണ് PSC ഉത്തര സൂചികയിൽ കൊടുക്കുന്നത്. ഞാനൊരു കണ്ടന്റ് പറയല്ല, കേരള PSCയുടെ ആൻസർ കീയാ പറയുന്നത്. കേരള PSCയുടെ ചോദ്യ ഉത്തരവുണ്ട്. കേരളത്തിലെ ദേശീയോദ്യാനങ്ങൾ എന്ന് കേരള PSC ഉത്തര സൂചികയിൽ കൊടുത്തേക്കുന്നത് 15 ദേശീയോദ്യാനങ്ങൾ എന്നാണ്. കേരളത്തിലെ നിലവിൽ എത്ര റംസാർ സൈറ്റുകളുണ്ട്? 3 റംസാർ സൈറ്റ് ഉണ്ട്. അപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ഒരു കറണ്ട് അഫയർ ഉണ്ടല്ലോ, റംസാർ സൈറ്റുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റംസാർ സൈറ്റുള്ള ഇന്ത്യൻ സംസ്ഥാനം തമിഴ്നാടാണ്. ആ തമിഴ്നാട്ടിൽ എത്ര റംസാർ സൈറ്റ് ഉണ്ട് തുടങ്ങിയ കണ്ടന്റുകളെല്ലാം നമ്മൾ കറണ്ട് അഫയേഴ്സിന്റെ PDF നോട്ടിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ റംസാർ സൈറ്റുകൾ 3 എണ്ണമാണ്. ഇനി കേരളത്തിൽ ആകെ എത്ര വനം ഡിവിഷൻ ഉണ്ടെന്ന് ചോദിച്ചാൽ അത് 36 വനം ഡിവിഷനാണ് ഉള്ളത്. അപ്പൊ കേരളത്തിലെ കായലുകളുടെ എണ്ണം ഒന്ന് റിവൈസ് ചെയ്തേ. കേരളത്തിലെ കായലുകളുടെ എണ്ണം 34, കടലുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കായലുകളുടെ എണ്ണം 27, വന്യജീവി സങ്കേതങ്ങൾ 18, ദേശീയ ഉദ്യാനങ്ങൾ 5, അതും PSCയുടെ ഉത്തര സൂചിക പ്രകാരമുള്ള കണ്ടന്റ്. റംസാർ സൈറ്റ് 3, വനം ഡിവിഷൻ ചോദിച്ചാൽ എത്രയാണ്? അത് 36. അപ്പൊ കേരളത്തിലെ ആകെ നദികളുടെ എണ്ണം 44 ആണല്ലോ. അതിൽ 40 എണ്ണം എങ്ങനെയാണെന്നാ പറഞ്ഞേ? മൈനർ റിവർ 40, മീഡിയം റിവർ 4. മീഡിയം റിവർ വരുന്ന ഏതൊക്കെയാണ്? ചാലിയാർ വരും, പെരിയാർ വരും, ഭാരതപ്പുഴ വരും,
പമ്പ വരും. പിന്നെ നമ്മൾ പറഞ്ഞേക്കുന്നത് കിഴക്കോട്ട് ഒഴുകുന്നതും പടിഞ്ഞാറോട്ട് ഒഴുകുന്നതുമാണ്. അതിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളുടെ എണ്ണം 41, കിഴക്കോട്ട് 3 കബനി, ഭവാനി, പാമ്പാർ. അതിൽ വേറെ ഒന്നുമില്ല. ഇതിന്റെയൊക്കെ ഉത്ഭവം ഒന്ന് നോട്ട് ചെയ്തേക്കണം. ഇപ്പൊ കബത്തിന്റെ അതായത് കബനി എന്നല്ലേ നമ്മൾ പറയുന്നത്, കബം തൊണ്ടയല്ലയോ, കബം വരുന്നത് തൊണ്ടയെന്നല്ലയോ, അങ്ങനെങ്കിലും ലോജിക്കായിട്ട് അങ്ങനൊന്നും അല്ല പഠിക്കേണ്ടതെന്ന് അറിയാം, എന്നിരുന്നാലും പറയുവാണ്. കബനി തൊണ്ടാർമുഴി എന്ന പറയുന്ന വാക്കാണ്. അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എടുത്തോളാം. അപ്പൊ കിഴക്കോട്ട് ഒഴുകുന്ന നദികളുടെ എണ്ണം 3, പടിഞ്ഞാറോട്ട് 41. ഇനി പെരിയാർ എന്നറിയപ്പെടുന്ന നദിയെപ്പറ്റി നമുക്കറിയാവുന്ന കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ, പെരിയാറാണ് നമ്മൾ പറഞ്ഞു. കേരളത്തിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്നത് പെരിയാറാണ്. ചൂർണി എന്ന അർത്ഥശാസ്ത്രത്തിൽ ഈ പറയുന്ന പരാമർശിക്കുന്ന ചൂർണി എന്ന് അർത്ഥശാസ്ത്രത്തിൽ പരാമർശിച്ച നദി കൂടിയാണ് ഈ പറയുന്ന പെരിയാർ. ഈ പറയുന്ന പെരിയാറിനെ ആലുവ പുഴ എന്നും കാലടി പുഴ എന്നിങ്ങനെയൊക്കെ അറിയപ്പെടുന്നുണ്ട്. അപ്പൊ ആലുവ പുഴയെന്നും കാലടി പുഴ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന നദി ഏതെന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം ഏതാണ്? അത് പെരിയാറാണ്. ഇത്രയും കണ്ടന്റ് ഒന്ന് നോട്ട് ചെയ്തേക്കണേ, വളരെയേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റാണ്. ഇനി അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ തന്നെ ഡിസ്കസ് ചെയ്യുവാണ്. താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ നോക്കിയേ, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലസേചന പദ്ധതികളുള്ള നദി ഭാരതപ്പുഴയാണ് എന്നാണ് ഒന്നാമത്തെ ഓപ്ഷൻ. ഓപ്ഷൻ ബി, കേരളത്തിൽ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല കണ്ണൂരാണ്. ഓപ്ഷൻ സി, കേരളത്തിൽ ഏറ്റവും കൂടുതൽ മത്സ്യസമ്പത്തുള്ള നദി ചാലക്കുടി പുഴയാണ്. ഓപ്ഷൻ ഡി, കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്വർണ്ണ നിക്ഷേപമുള്ള നദി ചാലിയാറാണ്. ഇതിൽ ഉത്തരമായി വരേണ്ടത് തെറ്റായ പ്രസ്താവനയല്ലയോ? നോക്ക്, ഓരോ സ്റ്റേറ്റ്മെന്റ് പരിശോധിച്ചു. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജലസേചന പദ്ധതികൾ ഉള്ള നദി അത് ഭാരതപ്പുഴയാണ്. ശരിയാണ്, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലസേചന പദ്ധതികളുള്ള നദി ഭാരതപ്പുഴയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല ചോദിച്ചാൽ അതിനുത്തരം ഏതല്ല? അത് കണ്ണൂരല്ല. സപ്തഭാഷാ സംഗമഭൂമി എന്നറിയപ്പെടുന്ന കാസർഗോഡ് ജില്ലയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല. കാസർഗോഡിനെ അറബികൾ വിശേഷിപ്പിച്ച പേര് എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പൊ സപ്തഭാഷാ സംഗമഭൂമി എന്നറിയപ്പെടുന്നത് കാസർഗോഡാണ്. ഹെർക്യുല എന്നാണ് അറബികൾ കാസർഗോഡിനെ വിശേഷിപ്പിച്ചത്. അതൊക്കെ ഒന്ന് ഓർത്തു വെക്കണേ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല ഏതെന്ന് ചോദിച്ചാൽ അതിനുത്തരം കാസർഗോഡാണ്. 12 നദികളാണ് കാസർഗോഡ് ജില്ലയിൽ ഒഴുകുന്നത്. അപ്പൊ കേരളത്തിൽ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല ഏതല്ല? കണ്ണൂരല്ല. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് എന്താണ്? തെറ്റാണ്. ഓപ്ഷൻ സിയിലേക്ക് വന്നാൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മത്സ്യസമ്പത്തുള്ള നദി ചോദിച്ചാൽ അത് ചാലക്കുടി പുഴയാണ്. അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ പറഞ്ഞല്ലോ, കറണ്ട് അഫയേഴ്സ് അപ്ഡേഷൻ ഉണ്ടെങ്കിൽ അപ്ഡേറ്റ് ചെയ്ത് തന്നെ പഠിക്കണം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മത്സ്യസമ്പത്തുള്ള നദി ചോദിച്ചാൽ അതിനുത്തരം ചാലക്കുടി പുഴയാണ്. അപ്പൊ നമ്മളെ കുഴപ്പിക്കുന്ന മറ്റൊരു ചോദ്യമുണ്ട്, കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്വർണ്ണ നിക്ഷേപമുള്ള നദി ചോദിക്കും. കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്വർണ്ണ നിക്ഷേപമുള്ള നദി ഏതാണ്? അത് ചാലിയാറാണ്. അപ്പൊ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റുകളാ ശരി? ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലസേചന പദ്ധതികളുള്ള നദി ഭാരതപ്പുഴയാണ്. അത് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മത്സ്യസമ്പത്തുള്ള നദി അത് ചാലക്കുടി പുഴയാണ്. അത് ശരിയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്വർണ്ണ നിക്ഷേപമുള്ള നദി അത് ചാലിയാറാണ്. പക്ഷേ കേരളത്തിൽ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല ഏതല്ല? കണ്ണൂരല്ല. ഉത്തരം ഏതാണ്? അത് കാസർഗോഡാണ്. ഉത്തരം കാസർഗോഡാണ്. 12 നദികളാണ് കാസർഗോഡ് ജില്ലയിൽ കൂടി ഒഴുകുന്നത്. അതൊന്ന് നോട്ട് ചെയ്തേക്കണം. അടുത്തത്, ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യമുള്ള കേരളത്തിലെ നദി ചോദിക്കും. അതിനുത്തരം ആര് തന്നെ? ചാലക്കുടി പുഴ. അപ്പൊ ചാലക്കുടി പുഴയ്ക്ക് 2 പ്രധാനപ്പെട്ട പ്രത്യേകത. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മത്സ്യസമ്പത്തുള്ള നദി ചോദിച്ചാൽ ചാലക്കുടി പുഴ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യം, അപ്പൊ മത്സ്യസമ്പത്ത് ജൈവ വൈവിധ്യം ചോദിച്ചാൽ ഉത്തരം ചാലക്കുടി പുഴയാണ്. ജലവൈദ്യുത പദ്ധതികൾ ചോദിച്ചാൽ അതിനുത്തരം പെരിയാറ്. അണക്കെട്ടുകൾ കൂടുതൽ ചോദിച്ചാൽ അതിനുത്തരം ഏതാണ്? പെരിയാർ. തിരിഞ്ഞു പോലെ, ജലവൈദ്യുത വേറെ, ജലസേചനം വേറെ. രണ്ട് വാക്കാ. ജലസേചന പദ്ധതികൾ എന്ന് പറഞ്ഞാൽ അത് ഭാരതപ്പുഴയാണ്. ജലവൈദ്യുത പദ്ധതികൾ പെരിയാറ്. അണക്കെട്ടുകൾ, കേരളത്തിൽ ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ കൂടുതലായിട്ടുള്ള നദി ചോദിച്ചാലും ഉത്തരം ആര് തന്നെ? പെരിയാർ തന്നെ. ഒന്ന് നോട്ട് ചെയ്തേക്കണം. അപ്പൊ ഇനി നമുക്ക് ഈ പറയുന്ന വളരെ പ്രധാനപ്പെട്ട നമ്മൾ ഈ പറയുന്ന പെരിയാറുമായി ബന്ധപ്പെട്ട പോയിന്റ് പറഞ്ഞു. ദെൻ ഭാരതപ്പുഴ എല്ലാ മത്സര പരീക്ഷയ്ക്കും ചോദിക്കുന്ന ഒരു നദിയാണ് ഭാരതപ്പുഴ. ഭാരതപ്പുഴയുമായി ബന്ധപ്പെട്ട എന്തൊക്കെ ചോദ്യങ്ങൾ നിങ്ങൾക്കറിയാം മത്സര പരീക്ഷയിൽ? ഒന്നാമത്തത് പശ്ചിമഘട്ടത്തിൽ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പശ്ചിമഘട്ടമുണ്ട്, പൂർവ്വഘട്ടമുണ്ട്. പശ്ചിമഘട്ടത്തിൽ ആനമല കുന്നുകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണല്ലോ ഭാരതപ്പുഴ. പാലക്കാട് ചുരത്തിലൂടെ ഒഴുകുന്ന നദിയാണേത്? ഭാരതപ്പുഴ. പാലക്കാട് ചുരത്തിലൂടെ ഒഴുകുന്ന നദി ഭാരതപ്പുഴയാണ്. കേരളത്തിന്റെ നൈൽ എന്നറിയപ്പെടുന്ന നദി ഭാരതപ്പുഴ അല്ലയോ? പേരാർ എന്നറിയപ്പെടുന്നത് ഭാരതപ്പുഴ അല്ലയോ? പൊന്നാനിപ്പുഴ എന്നറിയപ്പെടുന്നത്
നിള. ഈ 4 പേരുകൾ ഒന്ന് നോട്ട് ചെയ്തേക്കണം. കേരളത്തിന്റെ നൈല്, പേരാറ്, പൊന്നാനിപ്പുഴ, നിള. ഈ 4 പേരുകളിലും അറിയപ്പെടുന്ന ആരെ തന്നെ? ഭാരതപ്പുഴയെ തന്നെ. ഇനി നമുക്ക് വേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്. ചിറ്റൂർ എന്നറിയപ്പെടുന്ന സ്ഥലമുണ്ടല്ലോ. ചിറ്റൂരിൽ ഈ പറയുന്ന ഭാരതപ്പുഴയെ ശോകനാശിനി പുഴ എന്നറിയപ്പെടുന്നത്. ഇങ്ങനെ ശോകനാശിനി പുഴയെന്ന് ഭാരതപ്പുഴയെ വിശേഷിപ്പിച്ചത് എഴുത്തച്ഛനാണ്. അതുകൂടി ഒന്ന് ഓർത്തു വെക്കണം. ഏറ്റവും ലേറ്റസ്റ്റ് ഒരു കറണ്ട് അഫെയർ കൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്യണം. കേരളത്തിൽ ആദ്യത്തെ ഉരുക്ക് തടയണം നിർമ്മിച്ചത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ഭാരതപ്പുഴയാണ്. അപ്പൊ പശ്ചിമഘട്ട മലനിരയിലെ ആനമല കുന്നുകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് ഭാരതപ്പുഴ. പാലക്കാട് ചുരത്തിലൂടെ ഒഴുകുന്ന നദിയാണ് ഭാരതപ്പുഴ. കേരളത്തിന്റെ നൈലെന്ന്, പേരാറെന്ന്, പൊന്നാനിപ്പുഴയെന്നും നിള എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് ഭാരതപ്പുഴ. ചിറ്റൂരിൽ ഭാരതപ്പുഴ അറിയപ്പെടുന്ന പേര് ശോകനാശിനി പുഴയെന്നാണ്. അങ്ങനെ ഈ പറഞ്ഞ ഭാരതപ്പുഴയെ ശോകനാശിനി പുഴയെന്ന് വിശേഷിപ്പിച്ചതാരാ? അത് എഴുത്തച്ഛൻ. കേരളത്തിൽ ആദ്യത്തെ ഉരുക്ക് തടയണം നിർമ്മിച്ചത് എവിടെയാണെന്ന് ചോദിച്ചാൽ അതിനുത്തരം എവിടെയാണ്? അത് ഭാരതപ്പുഴയിലാണ്. ഇനി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ചോദ്യം, മാമാങ്കം നടത്തിയിരുന്ന തിരുനാവായ ഉണ്ടല്ലോ. ഈ തിരുനാവായ സ്ഥിതി ചെയ്യുന്ന നദീതീരം എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ഈ പറയുന്ന ഭാരതപ്പുഴയുടെ തീരത്താണ്. 12 വർഷത്തിൽ ഒരിക്കലാണ് മാമാങ്കം നടത്തിയിരുന്നത്. അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. കിള്ളിക്കുറിശിമംഗലം കുഞ്ചൻ നമ്പ്യാരുടെ ജന്മസ്ഥലമാണല്ലോ കിള്ളിക്കുറിശിമംഗലം. അത് ഏത് നദിയുടെ തീരത്താണ്? അത് ഈ പറയുന്ന ഭാരതപ്പുഴയുടെ തീരത്താണ്. അത് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തിരുനാവായയിലാണ്. അതുകൂടി ഒന്ന് നോട്ട് ചെയ്തേക്കണം. കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്ന നദീതീരം ചോദിച്ചാൽ, കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്ന നദീതീരം ചോദിച്ചാൽ അത് ഭാരതപ്പുഴയാണ്. മഹാത്മാഗാന്ധിജി അല്ലെങ്കിൽ മഹാത്മാഗാന്ധി, ജവഹർലാൽ നെഹ്റു, ലാൽ ബഹദൂർ ശാസ്ത്രി എന്നിവരുടെ ചിതാഭസ്മം കേരളത്തിൽ തിരുനാവയിലാണ് നിമഞ്ജനം ചെയ്തിട്ടുള്ളത്. അതുകൂടി ഒന്ന് നോട്ട് ചെയ്തേക്കണം. അപ്പൊ മാമാങ്കം നടത്തിയിരുന്ന തിരുനാവായ സ്ഥിതി ചെയ്യുന്ന നദീതീരം അത് ഭാരതപ്പുഴ നദീതീരമാണ്. കിള്ളിക്കുറിശിമംഗലം കുഞ്ചൻ നമ്പ്യാരുടെ ജന്മസ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഭാരതപ്പുഴയുടെ തീരത്താണ്. കേരള കലാമണ്ഡലം ചെറുതുരുത്തിയിൽ സ്ഥിതി ചെയ്യുന്ന കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്ന നദീതീരം ഭാരതപ്പുഴയാണ്. ഗാന്ധിജി, ജവഹർലാൽ നെഹ്റു, ലാൽ ബഹദൂർ ശാസ്ത്രി എന്നിവരുടെ ചിതാഭസ്മം ഇവിടെ തിരുനാവായയിൽ നിമഞ്ജനം ചെയ്തിട്ടുണ്ട്. അതുകൂടി ഒന്ന് നോട്ട് ചെയ്തതാണ്. അപ്പോൾ ഭാരതപ്പുഴയുമായി ബന്ധപ്പെട്ട് മത്സര പരീക്ഷയ്ക്ക് വേണ്ട പോയിന്റുകളെല്ലാം ആയി. ഇനി നിങ്ങൾ ചെയ്യേണ്ട എന്താണ്? ഇതിൽ കൊടുത്തേക്കുന്ന വർക്കൗട്ട് ബാച്ചിൽ കൊടുത്തേക്കുന്ന ആ PDF നോട്ട് കൂടി ഒന്ന് വായിച്ച് റിവൈസ് ചെയ്താൽ മാത്രം മതി. ഇപ്പൊ ഇത്രയും കണ്ടന്റ് ഭാരതപ്പുഴയുമായി ബന്ധപ്പെട്ട് കിട്ടിയല്ലോ. കേരളത്തിലെ നദികളുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട കണ്ടന്റ് ആണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി അടുത്തത് നമുക്ക് വേണ്ട വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു പോയിന്റ് ആണ് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിയുടെ ജന്മസ്ഥലം എവിടെയാണ്? അത് തിരുനാവായയിലെയോ. ഈ പറയുന്ന ഭാരതപ്പുഴയെ വെള്ളിയാങ്കോട്ട് കായലുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു സ്ഥലമുണ്ടല്ലോ. അത് മലപ്പുറം ജില്ലയിലെ പൊന്നാനി കനാലാണ്. അതൊന്ന് നോട്ട് ചെയ്തേക്കണം. ഭാരതപ്പുഴയെ വെള്ളിയാങ്കോട്ട് കായലുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഭാഗം അത് പൊന്നാനി കനാൽ സ്ഥിതി ചെയ്യുന്ന മലപ്പുറം ജില്ലയിലെയോ. ഏറ്റവും പ്രധാനപ്പെട്ടതല്ലയോ? ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ്. മലപ്പുറം ജില്ലയുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ജില്ല മലപ്പുറമാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. കേരളത്തിലെ ഏറ്റവും കുറവ് ആളോഹരി വരുമാനം, ഏറ്റവും കൂടുതലല്ല ഏറ്റവും കുറവ് ആളോഹരി വരുമാനമുള്ള ജില്ല മലപ്പുറമാണ്. അപ്പൊ ഭാരതപ്പുഴയെ വെള്ളിയാങ്കോട്ട് കായലുമായി ബന്ധിപ്പിക്കുന്നത് ഏതാണ്? അത് പൊന്നാനി കനാലാണ്. ഇനി ഭാരതപ്പുഴയുടെ പ്രധാനപ്പെട്ട പോഷക നദികളൊന്ന് നോട്ട് ചെയ്തേക്കണം. കണ്ണാടിപ്പുഴ, തൂതപ്പുഴ, ഗായത്രിപ്പുഴ, കൽപ്പാത്തിപ്പുഴ. അതൊന്ന് നോട്ട് ചെയ്തേക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ചില ആളുകൾ കോഡൊക്കെ വെച്ച് പഠിക്കാറുണ്ട്. കണ്ണാടി കഴുകിക്കൊണ്ടിരുന്ന അല്ലെങ്കിൽ ഈ പറയുന്ന കണ്ണാടിപ്പുഴ, തൂതപ്പുഴ, ഗായത്രിപ്പുഴ, കൽപ്പാത്തിപ്പുഴ. ഭാരതപ്പുഴയിൽ കണ്ണാടി നോക്കിക്കൊണ്ടിരുന്ന ഗായത്രി കാൽ വഴുതി ഭാരതപ്പുഴയിലേക്ക് വീണു എന്നൊക്കെ ചുമ്മാതെ കോഡൊക്കെ ഉണ്ടാക്കി പഠിക്കുന്നവരുണ്ട്. നിങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ പഠിച്ചോ. ഭാരതപ്പുഴയുടെ പ്രധാനപ്പെട്ട പോഷക നദികൾ കണ്ണാടിപ്പുഴ ഉൾപ്പെടും, തൂതപ്പുഴ ഉൾപ്പെടും, ഗായത്രിപ്പുഴ, കൽപ്പാത്തിപ്പുഴ. ഇത്രയും നദികൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി മത്സര പരീക്ഷയിൽ ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ള ഒരു ഏരിയയാണ്. കേരളത്തിലെ പ്രധാനപ്പെട്ട പട്ടണങ്ങളും അത് സ്ഥിതി ചെയ്യുന്ന നദീതീരവും ഒന്ന് നോട്ട് ചെയ്യുന്നത്. കാരണം അത് മത്സര പരീക്ഷയ്ക്ക് ധാരാളം തവണ ചോദിച്ചിട്ടുണ്ട്. കേരളത്തിലെ പ്രധാനപ്പെട്ട പട്ടണങ്ങളും അത് സ്ഥിതി ചെയ്യുന്ന നദീതീരവും. അതിൽ ഒന്നാമതാണ് തളിപ്പറമ്പ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് തളിപ്പറമ്പ്. മറ്റൊരു സ്ഥലമാണ് കുപ്പം. ഈ 2 പ്രധാനപ്പെട്ട പട്ടണങ്ങളും സ്ഥിതി ചെയ്യുന്നത് കുപ്പം നദിയുടെ തീരത്താണ്. കേരളത്തിലെ പ്രധാനപ്പെട്ട 2 പ്രധാനപ്പെട്ട പട്ടണങ്ങളാണ്. ഒന്ന് തളിപ്പറമ്പ്, മറ്റൊന്ന് കുപ്പം. ഇത് രണ്ടും സ്ഥിതി ചെയ്യുന്നത് കുപ്പം നദിയുടെ നദീതീരത്താണെന്ന് മാത്രം ഒന്ന് ഓർത്തു വെക്കണം. ദെൻ പുനലൂര് പശ്ചിമഘട്ടത്തിന്റെ മടിത്തട്ട് എന്നറിയപ്പെടുന്ന, നമുക്ക് എല്ലാവർക്കും അറിയാം, ജലനഗരം എന്ന വിശേഷണമുള്ള കേരളത്തിലെ നഗരമാണല്ലോ പുനലൂര്.
ജലനഗരം. ഈ ക്വസ്റ്റനെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും പുനലൂര് ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന സ്ഥലമല്ലയോ കേരളത്തിലെ, അത് ജലനഗരം എന്നൊക്കെ അറിയപ്പെടുമോ? അങ്ങനെ തന്നെ ഒരു ചോദ്യമുണ്ട്. ജലനഗരം മറക്കല്ലേ, ജലനഗരം എന്നറിയപ്പെടുന്നത് പുനലൂരിനെയാണ്. പശ്ചിമഘട്ടത്തിന്റെ മടിത്തട്ട് എന്നറിയപ്പെടുന്നത് പുനലൂരിനെയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന പ്രദേശം പുനലൂരും കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന ജില്ല പാലക്കാട്. രണ്ട് ചോദ്യമാണ്. ആ പുനലൂര് സ്ഥിതി ചെയ്യുന്നത് കല്ലടയാറിന്റെ തീരത്താണ്. ഇനി പന്തളം, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് പന്തളം. പന്തളം സ്ഥിതി ചെയ്യുന്നത് അച്ചൻകോവിലാറിന്റെ തീരത്താണ്. തെൻ പറശ്ശിനിക്കടവ് സ്ഥിതി ചെയ്യുന്നത് വളപട്ടണം നദിയുടെ തീരത്താണ്. ദെൻ ഏറ്റുമാനൂർ, കോട്ടയം, പാല, ഇത് മൂന്നും നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഏറ്റുമാനൂര്, കോട്ടയം, പാല, ഇത് മൂന്നും മീനച്ചിലാറിന് തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ കേരളത്തിലെ പ്രധാനപ്പെട്ട പട്ടണങ്ങളെ പറ്റി പറയുമ്പം തളിപ്പറമ്പ്, കുപ്പം, ഇത് രണ്ടും ഏത് നദിയുടെ തീരത്താ സ്ഥിതി ചെയ്യുന്നത്? കുപ്പം നദിയുടെ തീരത്താ സ്ഥിതി ചെയ്യുന്നത്. പുനലൂർ, കല്ലടയാറ്. പുനലൂരിനെ അറിയപ്പെടുന്ന പേര് മറക്കല്ലേ, ജലനഗരം എന്നറിയപ്പെടുന്നത് പുനലൂരാണ്. പശ്ചിമഘട്ടത്തിന്റെ മടിത്തട്ട് എന്നറിയപ്പെടുന്നത് പുനലൂരാണ്. പുനലൂര് സ്ഥിതി ചെയ്യുന്നത് കല്ലടയാറിന്റെ തീരത്താണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന പ്രദേശം പുനലൂരും കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന ജില്ല അത് പാലക്കാട്. അപ്പൊ പുനലൂര് കല്ലടയാറിന്റെ തീരത്ത്. പന്തളം സ്ഥിതി ചെയ്യുന്നത് അച്ചൻകോവിലാറിന് തീരത്താണ്. പറശ്ശിനിക്കടവ് സ്ഥിതി ചെയ്യുന്നത് വളപട്ടണം നദിയുടെ തീരത്താണ്. ഏറ്റുമാനൂർ, കോട്ടയം, പാല, ഇത് മൂന്നും സ്ഥിതി ചെയ്യുന്നത് മീനച്ചിലാറിന് തീരത്താണ്. അപ്പൊ ഇത്രയും പ്രധാനപ്പെട്ട ഇത് മാത്രമല്ല, ഇനിയുണ്ട്. നമുക്ക് ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്തിട്ട് അടുത്ത കണ്ടന്റിലേക്ക് നമുക്ക് പോകാം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണല്ലോ. അപ്പൊ ഇന്നത്തെ ദിവസം അറിയാമല്ലോ, ഇന്ന് വ്യാഴാഴ്ചയാണ്. വ്യാഴാഴ്ച ദിവസം പഠിക്കേണ്ട പ്രധാനപ്പെട്ട ടോപ്പിക് ഒന്ന്, നിങ്ങൾക്ക് ഒരു പ്രിന്റഡ് നോട്ട് തന്നിരുന്നു. വർക്കൗട്ട് ബാച്ചിലും കോമൺ ടെലഗ്രാം ഗ്രൂപ്പിലും തന്നേക്കുന്ന 323 പ്രസ്താവന ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമുള്ള കേരള നവോത്ഥാനം എന്ന PDF നോട്ടിൽ 101 മുതൽ 200 വരെയുള്ള ചോദ്യങ്ങളും സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങളും അവിടെ ഉത്തരങ്ങൾ ഇന്ന് പഠിക്കണം. ഇന്നത്തെ പരീക്ഷയിൽ അത് ഉൾപ്പെടുത്തും. ദെൻ ടോപ്പിക് ബേസ്ഡ് കറണ്ട് അഫയേഴ്സ്, ഇന്ന് പ്രധാനപ്പെട്ട 4ഓളം കറണ്ട് അഫയേഴ്സ് ടോപ്പിക് നമ്മൾ വർക്കൗട്ട് ബാച്ചിൽ തന്നിട്ടുണ്ട്. അത് ഉറപ്പായിട്ടും പഠിക്കണം. അത് രാത്രി 9 മണിക്കത്തെ എക്സാമിൽ ആഡ് ചെയ്യും. ദെൻ കേരളത്തിലെ നദികളുമായി ബന്ധപ്പെട്ട് ഇന്നത്തെ ക്ലാസ് നോട്ട് വായിക്കണം. ദെൻ ഇന്നത്തെ PDF നോട്ട് വായിക്കണം. അത് വായിച്ച് റിവൈസ് ചെയ്യണം. ദെൻ ഇനി പബ്ലിഷ് ചെയ്യുന്ന സയൻസ് SCRT NCRTയിലെ സയൻസ് കണ്ടന്റ് ഉൾപ്പെടെയാണ് ഇന്നത്തെ വർക്കൗട്ട് ടോപ്പിക്ക്. ഇത്രയും ടോപ്പിക്ക് പഠിച്ച് റിവൈസ് ചെയ്ത് രാത്രി 9 മണിക്ക് പോൾ വർക്കൗട്ട് എക്സാം. നെക്സ്റ്റ് വീക്ക് മുതൽ നമ്മൾ OMRന്റെ വർക്കൗട്ട് തുടങ്ങുവാണ്. അപ്പൊ PSC ഇൻഫ്ലുവൻസറിന്റെ കോമൺ ടെലഗ്രാം ഗ്രൂപ്പിലാണ് ഈ പറയുന്ന പോൾ വർക്കൗട്ട് എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. താല്പര്യമുള്ളവർക്ക് രാത്രി 9 മണിക്ക് എക്സാം അറ്റൻഡ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് തീർന്നു. അപ്പോൾ ഇത്രയും ടോപ്പിക്ക് റിവൈസ് ചെയ്യണം. അതുകൂടാതെ നമുക്ക് വേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കണ്ടന്റ്, ഡെയിലി കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ഇന്ന് പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. രാവിലെ തന്നെയാണ് കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ് ചെയ്ത് പബ്ലിഷ് ചെയ്യുന്നത്. ഓരോ ദിവസത്തെയും പത്രവാർത്തകളെല്ലാം ഉൾപ്പെടുത്തി തന്നെയാണ് കറണ്ട് അഫയേഴ്സ് പബ്ലിഷ് ചെയ്യുന്നത്. അതൊന്ന് നോട്ട് ചെയ്തേക്കണം. ഇനി ഈ പറയുന്ന ഏതെങ്കിലും വർക്കൗട്ട് ബാച്ചിൽ ഈ പറഞ്ഞ സെക്രട്ടറി അസിസ്റ്റന്റ് ഉൾപ്പെടെ അസിസ്റ്റന്റ് സെയിൽസ്മാൻ ബാച്ച് ഉൾപ്പെടെ 10th ലെവൽ മെയിൻസ്, യൂണിഫോം തസ്തികയ്ക്ക് വേണ്ടിയുള്ള സല്യൂട്ട് 2025 ഇത്രയും തസ്തികകളുടെ പ്രധാനപ്പെട്ട വർക്കൗട്ട് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ കൊടുത്തേക്കുന്ന നമ്പറിൽ 9072728242 നമ്പറിൽ ജസ്റ്റ് ഒരു വാട്സാപ്പ് മെസ്സേജ് അയക്കുക. വർക്കൗട്ട് ബാച്ചിന് ശേഷം നിങ്ങളുടെ പേര്, ഇപ്പം നിങ്ങൾ സെക്രട്ടറി അസിസ്റ്റന്റ് ആണ് ഫോക്കസ് ചെയ്യുന്ന, ഡിഗ്രി പ്രിലിംസ് ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഡിഗ്രി പ്രിലിംസിന് ശേഷം നിങ്ങളുടെ പേര് X or Y എന്തും ആയിക്കോട്ടെ, അത് വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക. അപ്പൊ ഇന്നത്തെ വർക്കൗട്ട് ബാച്ചിൽ പഠിക്കേണ്ട ഇത്രയും ടോപ്പിക്ക് ഇന്ന് കൃത്യമായിട്ട് പഠിക്കണം. രാത്രി 9 മണിക്കാണ് എക്സാം ഉള്ളത്, മറക്കരുത്. അപ്പൊ നമ്മൾ പറഞ്ഞു നിർത്തിയത് ഏറ്റുമാനൂർ, കോട്ടയം, പാല, മീനച്ചിലാർ, ഈ 3 പ്രദേശം, ഏറ്റുമാനൂർ, കോട്ടയം, പാല, ഇത് 3 പ്രദേശം സ്ഥിതി ചെയ്യുന്നത് മീനച്ചിലാറിന് തീരത്താണ്. ഇനി ഫറോക്ക്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സ്ഥലമാണല്ലോ ഫറോക്ക്, ബേപ്പൂർ, നിലമ്പൂർ, ഇത് 3 സ്ഥിതി ചെയ്യുന്നത് ചാലിയാറിന് തീരത്താണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫറോക്ക്, ബേപ്പൂർ, നിലമ്പൂർ എന്നിവ സ്ഥിതി ചെയ്യുന്നത് ചാലിയാറിന് തീരത്താണ്. ഇനി സപ്തഭാഷാ സംഗമഭൂമി എന്നറിയപ്പെടുന്ന, കേരളത്തിൽ ആദ്യമായിട്ട് പെൻ ഫ്രണ്ട് പദ്ധതി, പേന സൗഹൃദ പദ്ധതി എന്ന പദ്ധതി നടപ്പിലാക്കിയ കാസർഗോഡ് പട്ടണം, കാസർഗോഡ് ഒരു പട്ടണമാണല്ലോ, കാസർഗോഡ് സ്ഥിതി ചെയ്യുന്നത് ചന്ദ്രഗിരി പുഴയുടെ തീരത്താണ്. ഇനി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന നവോത്ഥാനവുമായി ബന്ധപ്പെട്ട് 1888 ശ്രീനാരായണ ഗുരു അരുവിപ്പുറം ശിവപ്രതിഷ്ഠ നടത്തിയില്ലയോ? ഈ അരുവിപ്പുറം സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയുടെ തീരത്താ? നെയ്യാറിന് തീരത്താണ് അരുവിപ്പുറം സ്ഥിതി ചെയ്യുന്നത്. ഇത് പഠിക്കുമ്പോൾ 3 പ്രധാനപ്പെട്ട വർഷങ്ങൾ ഒന്ന് നോട്ട് ചെയ്തേക്കണം. 1887, 1888, 1898. 1887 പ്രത്യേകത, അരുവിപ്പുറം ക്ഷേത്രം നിർമ്മിക്കുന്നു. 1888
1988 പ്രത്യേകത അരൂപ്പുറം ക്ഷേത്രത്തിൽ ശിവപ്രതിഷ്ഠ നടത്തി. അരൂപ്പുറം ശിവപ്രതിഷ്ഠ അറിയപ്പെടുന്ന പേരാണ് അരൂപ്പുറം വിപ്ലവം എന്ന പേരിൽ അറിയപ്പെടുന്നു. ദെൻ 10 വർഷം കഴിയുമ്പം അവിടെ ഒരു യോഗം ഫോം ചെയ്യും. ആ യോഗത്തിന്റെ പേര് വാവൂട്ടി യോഗം എന്നാണ്. 1898. ദെൻ 1903 SNDP ഫോം ചെയ്യും. SNDPയുടെ ആസ്ഥാനം കൊല്ലമാണ്. ദെൻ 1904 SNDPയുടെ ആദ്യ വാർഷികം നടക്കും. ആ വാർഷിക സമ്മേളനത്തിന്റെ വർഷമായ 1904 തന്നെയാണ് SNDPയുടെ മുഖപത്രമായ വിവേകോദയം പബ്ലിഷ് ചെയ്യുന്നത്. അപ്പൊ അരൂപ്പുറം സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയുടെ തീരത്താ? നെയ്യാറിന് തീരത്താ. ഇനി നമുക്ക് വേണ്ടത് കുട്ടനാട്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, കേരളത്തിന്റെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണല്ലോ കുട്ടനാട്. കേരളത്തിന്റെ നെല്ലറ എന്നറിയപ്പെടുന്ന സ്ഥലം കുട്ടനാടല്ലേ. അപ്പൊ തിരുവിതാംകൂറിന്റെ നെല്ലറ ഏതാ? അത് നാഞ്ചിനാടാ. തിരുവിതാംകൂറിന്റെ നെല്ലറ എന്നറിയപ്പെടുന്നത് നാഞ്ചിനാടും കേരളത്തിന്റെ നെല്ലറ എന്നറിയപ്പെടുന്ന കുട്ടനാട്. കരുമാടിക്കുട്ടൻ ബുദ്ധപ്രതിമ സ്ഥിതി ചെയ്തത് കുട്ടനാട് പ്രദേശം ആലപ്പുഴ ജില്ലയിലാണ്. കൊട്ടനോറ എന്ന് പഴയകാലത്ത് അറിയപ്പെട്ട ഈ കേരളത്തിലെ ഭൂപ്രദേശം കുട്ടനാടാണ്. സമുദ്രനിരപ്പിൽ നിന്ന് താഴെ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ പ്രദേശം കൂടിയാണ് കുട്ടനാട്. അങ്ങനെ ഒത്തിരി ചോദ്യമുണ്ട് കുട്ടനാടിന്. കുട്ടനാട്, കോഴഞ്ചേരി, അമ്പലപ്പുഴ ഈ 3 സ്ഥലങ്ങൾ സ്ഥിതി ചെയ്യുന്നത് പമ്പ നദിയുടെ തീരത്താണ്. ഇനി പട്ടാമ്പി പൊന്നാനി നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പട്ടാമ്പി പൊന്നാനി ഇത് രണ്ടും സ്ഥിതി ചെയ്യുന്നത് ഭാരതപ്പുഴയുടെ തീരത്താണ്. കാലടി, ആലുവ, മലയാറ്റൂർ ഈ 3 സ്ഥലങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാലടി, ആലുവ, മലയാറ്റൂർ ഈ 3 സ്ഥലങ്ങൾ പെരിയാർ നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ഇത്രയും കണ്ടന്റ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ആവർത്തിച്ച് പഠിക്കുക. വരാൻ പോകുന്ന മുഴുവൻ മത്സര പരീക്ഷ അത് ഏത് നിലവാരമായിക്കോട്ടെ, അത് ഡിഗ്രി നിലവാരമായിക്കോട്ടെ, +2 നിലവാരമായിക്കോട്ടെ, 10th ലെവൽ ആയിക്കോട്ടെ, LGS ആയിക്കോട്ടെ, ഏത് മത്സര പരീക്ഷയിലും ആദ്യ റാങ്ക് നിങ്ങൾക്ക് എത്താൻ ഈ പറയുന്ന കണ്ടന്റുകൾ റിവൈസ് ചെയ്യുക, ആത്മാർത്ഥമായി വർക്ക് ചെയ്യുക. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്.